ഓരോ പ്രൈമറി സ്കൂളിനൊപ്പവും പ്രീ പ്രൈമറി സ്കൂൾ ആരംഭിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാ ജില്ലയിലും മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകൾ സ്ഥാപിക്കുക, എല്ലാ പ്രീ പ്രൈമറി സ്കൂളുകളും രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ സഹായത്തോടെ എല്ലാ ജില്ലയിലും മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പ്രീ പ്രൈമറി മേഖലയിൽ കരിക്കുലം പരിഷ്കരണവും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാ പ്രീ പ്രൈമറി സ്കൂളിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറിയകുമ്പളം ഗവൺമെന്റ് LP സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാതൃകാ പ്രീ പ്രൈമറികളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ 3 സ്കൂളുകൾക്ക് 15 ലക്ഷം രൂപ വീതവും 11 സ്കൂളുകൾക്ക് 10 ലക്ഷം രൂപ വീതവും 14 സ്കൂളുകൾക്ക് 99,500 രൂപ വീതവും ആണ് അനുവദിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് ആവിഷ്കരിച്ച വർണ്ണകൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറിയകുമ്പളം ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത്. ഔട്ട്ഡോർ പ്ലേ ഏരിയ, ശിശു സൗഹൃദ ഇരിപ്പിടങ്ങൾ, വർണ്ണാഭമായ ക്ലാസ് മുറികൾ, നിർമ്മാണ ഇടം, വായനാ ഇടം, ഗണിത ഇടം, നിരീക്ഷണ ഇടം, പാവ ഇടം, വരയിടം, അരങ്ങ്, ഭാഷാ ഇടം, ഹരിതോദ്യാനം, കളിയിടം തുടങ്ങി 13 കോർണറുകളാണ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയത്. 55 കുട്ടികളാണ് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ പഠനം നടത്തുന്നത്. വിരമിച്ച അധ്യാപകർക്കും സ്കോളർഷിപ്പ് ജേതാക്കൾക്കും മന്ത്രി ഉപഹാരം നൽകി. TP രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ C മനോജ് കുമാർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP റീന, ജില്ലാ പഞ്ചായത്ത് അംഗം CM ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.